നാളെ രാവിലെ യൂണിവേഴ്സിറ്റി എക്സാം. എനിക്ക് സൂപ്പർ സ്റ്റാർ ഉണ്ടെന്നോ സ്റ്റാർ സിംഗർ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റി വെക്കില്ലല്ലോ. ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും ഒരു സമ്മാനം നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് കിട്ടി. എനിക്ക് ഇപ്പോഴും അങ്ങനെ ഫീലിംഗ് ഇല്ല അത് ഫസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ തോറ്റു എന്നോ അങ്ങനെയല്ല. ഞാൻ ജയിച്ചാണ് ഇരിക്കുന്നതെന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞു വരാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് നമ്മളെ പൊരിക്കാൻ അപ്പുറത്തെ ആൾക്കാരുണ്ടായിരുന്നു ആസ് ഇൻ ദ ജഡ്ജസ്. ഇങ്ങനെ പറയുന്നത് രാഹുൽ കുറച്ചും കൂടെ ഫീൽ എപ്പോ പറഞ്ഞാൽ. അപ്പൊ ഞാൻ അന്നത്തെ ആ ദ ചൈൽഡ് ഇൻ മീ വാസ് ഓൾവേസ് ലൈക്ക് സാർ എന്താ എപ്പോഴും എന്നോട് ഈ ഫീൽ എന്ന് പറയുന്നത്. സെന്തമിഴ്നാട്ട് തമിഴച്ചിയെ സേലമെടുത്ത് തയങ്കിറിയെ നെസവ് ചെയ്യും. ഇതിങ്ങനെ. അടുത്തത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്, അതിലോട്ട് എങ്ങനെയാണ് വന്നത്? ആ ഒരു ഇൻഫ്ലുവൻസ് എവിടെ നിന്നായിരുന്നു? സോ അതും ഈ ഒരു കവറിന്റെ അതിപ്രസരം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കവർ ചെയ്തപ്പോൾ എന്നോട് കുറേ എൻ്റെ ഫെലോ മ്യൂസിഷ്യൻസ്, നമുക്കിവിടെ ഒരു കമ്മ്യൂണിറ്റി ഓഫ് സിംഗേഴ്സ് ആൻഡ് അപ്പോൾ എന്നോട് ഇങ്ങനെ പലരും ചോദിക്കാറുണ്ടായിരുന്നു, രാഹുലേട്ടൻ എന്തുകൊണ്ടാണ് കമ്പോസ് ചെയ്യാത്തത്? അപ്പോൾ വൈ ഡോണ്ട് യു ഗെറ്റ് ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് ട്രാക്സ്, അതിന് കുറച്ചും കൂടി വരും. അപ്പം ഞാനിങ്ങനെ നോ, ഐ വോണ്ട് ടു സിങ്, ഐ ഡോണ്ട് വോണ്ട് ടു കമ്പോസ്. അങ്ങനത്തെ ഒരു ലോജിക്കിലാണ്. പണ്ട് എനിക്ക് കമ്പോസ് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ എന്തോ ഞാൻ സ്കൂളിലൊരു കോമ്പറ്റീഷന് ഒരു ലിറിക്ക് തന്നിട്ട് നമ്മളത് ട്യൂൺ ചെയ്ത് പാടണോ അങ്ങനെ എന്തോ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിലൊരു പാട്ട് അന്ന് ട്യൂൺ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അത് 9th എന്താണ്, എന്നിട്ട് ഞാൻ ഏതോ ഒരു കോമ്പറ്റീഷൻ അത് പാടിയിട്ടുമുണ്ട്. പക്ഷെ അത് എനിക്ക് അത്ര അന്നത്തെ എൻ്റെ ഒരു ലിമിറ്റഡ് നോളജിൽ ഇങ്ങനെയായിരുന്നു അത്. കേരളമുല്ല മലർക്കാവിൽ ഇങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു. ഇങ്ങനെ ഈ ഒരു താളത്തില് കേരളമുല്ല മലർക്കാവിൽ, അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. അത് എന്നിട്ട് ഞാൻ ഏതോ ഒരു ലളിത ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷന് ഞാൻ അത് പാടി എനിക്ക് 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്നെ കമ്പോസ് ചെയ്ത്. അപ്പം പക്ഷെ എനിക്കെന്തോ കമ്പോസിങ്ങിന് അങ്ങനെ വലിയൊരു സ്കില്ലുള്ള പോലെ ഒന്നും എനിക്ക് ഐ നെവർ ബോതേർഡ്. അപ്പൊ ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മ്യൂസിക് കൾച്ചർ മാറി എന്ന് പറഞ്ഞില്ലേ, ഈ ഓവർ ലാസ്റ്റ് 10 years ഇഫ് യു സീ ഭയങ്കരമായിട്ട് മാറി. അപ്പം നമ്മളും കാലത്തിനൊത്ത് മാറേണ്ടത് ഒരു അത്യാവശ്യമാണ്. കവർ പാട്ട് മാത്രം പാടിയാൽ അങ്ങനെ ഒരു ബ്രാൻഡിങ് ആയി പോകുമോ എന്നൊക്കെ പേടിച്ചിട്ടല്ല കേട്ടോ. ഞാനിപ്പോഴും എനിക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഐ എം നോട്ട് വെരി ബോതേർഡ് അബൌട്ട് വാട്ട് അതർ പീപ്പിൾ ആർ കമന്റിങ് എന്നുള്ളത്. ഞാനത് എന്താ പറയുക അറഗൻ്റായിട്ട് പറയുന്നതല്ല. അപ്പം ഞാൻ ജനറലി ഒരു പാട്ട് അല്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്താലും ഞാൻ 200% അതിലേക്ക് കമ്മിറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു ശൈലിയാണ് എൻ്റെ അപ്രോച്ച്. ഞാൻ ഈ പറഞ്ഞ പ്രോജക്ട്സിലൊക്കെ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് കവർ സോങ് ചെയ്യുന്നതുകൊണ്ട് വേറൊരാൾ അത് മോശം എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ഞാൻ ഇൻഡിപെൻഡൻറ്റിലേക്ക് മൂവ് ചെയ്യുക. എന്ന് എനിക്ക് തോന്നുന്നോ അന്ന് ഞാൻ ചെയ്യാം. അപ്പോൾ അതിന് കോവിഡിന് ശേഷമുള്ള കാലഘട്ടം ഒക്കെ തീർച്ചയായിട്ടും അതിനൊരു റീസൺ ആയിരുന്നു. ആൻഡ് ലൈഫിലും പേഴ്സണൽ ലൈഫിലും കോവിഡ് ഒരു ഭയങ്കരമായിട്ട് ഇറ്റ് പ്ലേഡ് എ വെരി വെരി നെഗറ്റീവ് ഒരു എപ്പിസോഡ് എന്ന് തന്നെ പറയാവുന്നതായിരുന്നു. ഈ നമ്മുടെ പലർക്കും കോവിഡ് പല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഞാൻ കുറച്ച് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് കോവിഡ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഹീ ഡിഡ്ന്റ് നോ ഐ വാസ് ഇൻ ഹോസ്പിറ്റൽ. എനിക്കൊരു വാട്സാപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ്, രാഹുൽ ബ്രോ ഞാൻ എഴുതിയ ഒരു സാധനമാണ് ബ്രോ കമ്പോസ് ചെയ്യാൻ, എന്നിട്ട് നമുക്കൊരു സാധനം ചെയ്താലോ. അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ പോയി കിടക്കുന്ന എൻ്റെ അവസ്ഥയിൽ ഒരാൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ പെട്ടെന്ന് ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് വാസ് എ വെരി വെരി സഡൻ ട്രിഗർ. ഓക്കെ എന്നാൽ അങ്ങനെ ഒരു സാധനം ചെയ്യാം, അത് അടിപൊളിയായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഇൻഫാക്ട് ദാറ്റ് വാസ് മൈ ഞാൻ അതിന് മുമ്പ് ഒരു പാട്ട് അത് ഞാൻ പറയാം. ഞാൻ 2017 ഒരു സോങ് ഇങ്ങനെ കമ്പോസ് ചെയ്തു, പക്ഷെ അത് എവിടെ എത്താതെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളി 21 എല്ലാത്തിനും അതിനൊരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ ഒരു മെസ്സേജ് ചിലപ്പോൾ അതൊരു ട്രിഗർ ആയിരിക്കാം. അപ്പോൾ അതും മൃദുലയാണ് കൂടെ പാടിയത്. ചാറ്റൽ മഴയിൽ എന്നാണ് ആ സോങ്ങിന്റെ പേര്. അതിപ്പോൾ മേ ബി യു ക്യാൻ ചെക്ക്. ചക്കപ്പഴം എന്ന് പറഞ്ഞൊരു ഒരു ഓൺലൈൻ സീരീസ് ഫ്ലവേഴ്സിലുണ്ടായിരുന്നു. ആ പാട്ട് അതെടുത്തിരുന്നു. അപ്പം അതിൻ്റെ ഒരു വിഷ്വൽ അങ്ങോട്ടേക്ക് ആണ് ഈ സോങ്. പിന്നെ ഞങ്ങൾ അത് ഉണ്ടാക്കിയതിന് ശേഷം ഇറ്റ് വാസ് ഗിവൺ ടു ദം. അങ്ങനെ
അത് ഇറക്കി കഴിഞ്ഞപ്പോഴാണ് എന്നാ ശരി, എൻ്റെ കയ്യിൽ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, എന്നാൽ ഇനി പതുക്കെ എന്നാൽ ഇനി അങ്ങനെ ഒരു സാധനം നോക്കിയാലോ, കുറേ കവർ ചെയ്തില്ലേ. അങ്ങനെ ആക്സിഡൻ്റലായിട്ട് വന്നപ്പോഴാണ് എല്ലാവരും ചെയ്യുന്നതിൽ നിന്നും എങ്ങനെ ഞാൻ വ്യത്യസ്തനാകാം എന്നുള്ള ഒരു നോഷൻ ഉണ്ടായിരുന്നു. അപ്പം വന്നൊരു തോട്ടാണ് ഒരു മ്യൂസിക്കൽ ട്രിലജി എന്നൊരു കോൺസെപ്റ്റ്. നമ്മൾ പുസ്തകങ്ങളാണല്ലോ പാർട്ട് 1, 2, 3 എന്നുള്ള പോലെ, അങ്ങനെ 3 പാട്ടുകൾ ഒരു ട്രിലജി പോലെ ചെയ്യാം. അങ്ങനെ എവിടെ അകലെ മുന്നോട്ട്, അങ്ങനെ 3 ആശയങ്ങൾ ഡിഫറെന്റ് ജോണേഴ്സിൽ. അപ്പം എൻ്റെ വേഴ്സറ്റാലിറ്റി കാണിക്കാം, പല അവിടെ എനിക്ക് കുറച്ച് ക്യാമറ ഈ കവർ സോങ് പോലെ ഇരിക്കാതിരിക്കാൻ കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എൻ്റെ വിഷ്വൽ സൈഡും എൻ്റെ ഒരു ഡയറക്ടോറിയൽ സൈഡോ അല്ലെ സ്ക്രിപ്റ്റിംഗ് സൈഡോ എന്നൊക്കെ വേണേൽ പറയുന്ന അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഈ 3 വർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. ആ വർക്ക്സ് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലിയും ദേ ആർ വെരി ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയുന്ന പോലെ. അതൊരു ലോഞ്ച് ഫംഗ്ഷനൊക്കെ വെച്ച് ഇവിടുത്തെ എല്ലാ സിംഗേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഒരു 3 വലിയ ഫംഗ്ഷൻ പോലെയൊക്കെയാണ് അത് ലോഞ്ച് ചെയ്തത്. ആ 3 പാട്ടും അതിൽ ഒരെണ്ണം ഞാൻ എഴുതുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഐ ക്യാൻ റൈറ്റ് എന്നുള്ളത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്, ബട്ട് ഐ ഹാഡ് പുട്ട് മൈ ഹാൻഡ്സ് ഇൻ ടു ദ റൈറ്റിംഗ് പാർട്ട് ഓൾസോ. അതെനിക്കൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. അതിനിടയിൽ വേറൊരു നല്ല പ്രോജക്റ്റ്, അത് പക്ഷേ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ക്വാളിറ്റി വൈസ് ഭയങ്കര വാല്യൂ ഉള്ള ഒരു പ്രോജക്റ്റാണ്. ദ്രൗപദി എന്ന് പറഞ്ഞൊരു വർക്ക് ചെയ്തു. 35 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ എഴുതിയ ഒരു സ്റ്റോറി ലൈനാണ്. അതിനെ പാട്ടാക്കി ബേസിക്കലി പറഞ്ഞാൽ അതൊരു 1 ലൈനർ, നല്ല ആശയമാണ്. ഇതൊക്കെ ഇങ്ങനത്തെയുള്ള ഇൻ്റർവ്യൂസിനെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ദെർസ് നോ അതർ അവന്യൂസ്. ദ്രൗപദിയും കൃഷ്ണനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ ദ്രൗപദി ഈസ് ആസ്കിങ് കൃഷ്ണൻ ദാറ്റ് നിങ്ങൾ എന്താണ് വൈകിയത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ദിസ് ഇസ് ആ വസ്ത്രാക്ഷേപം, ആ കോണ്ടെക്സ്റ്റിൽ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്നെ രക്ഷിക്കാൻ വരാൻ. അപ്പോൾ കൃഷ്ണൻ്റെ ഒരു ഡയലോഗാണ് അതിൻ്റെ പഞ്ച് ലൈൻ. ബേസിക്കലി ഞാൻ വൈകിയില്ല, നീ എന്നെ വിളിച്ചത് ദ്വാരകനാഥ വരൂ എന്ന്. ഞാൻ ദ്വാരകയിലല്ലായിരുന്നു, ഐ വാസ് വിതിൻ യു എന്ന്. ജസ്റ്റ് യു ഹാഡ് ടു ലുക്ക് ഇൻവേർഡ്സ് ആയിരുന്നെങ്കിൽ ഐ വാസ് ദെയർ വിത്ത് യു. എന്നെ വെയിറ്റ് ചെയ്യണ്ട, ഞാൻ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നീ റിയലൈസ് ചെയ്തില്ല. അപ്പം നമ്മളിൽ എല്ലാവരിലും ഒരു ദൈവത്തിന്റെ അംശം എന്നോ അല്ലെങ്കിൽ ഒരു ഇൻട്രോസ്പെക്റ്റീവ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്, അങ്ങനത്തെ അതൊരു ഡിവോഷണൽ സോങ് അല്ല, ഇതൊരു ഫിലോസഫി എന്ന് പറയാം. അത് ഞാൻ 6 രാഗങ്ങളിൽ 6 പാട്ടുകാരെ കൊണ്ടാണ് ആ വർക്ക് ചെയ്തത്. ഒരു മോഹിനിയാട്ടം പ്രിമൈസിൽ ആ വർക്ക് ചെയ്തു. അത് വേൾഡ് മ്യൂസിക് ഡേ 2022 ആണെന്നാണ് എൻ്റെ ഓർമ്മ. 22 ആണോ 23 ആണോ എനിക്ക് 22-ലാണ് ഇറക്കിയത്. അത് കഴിഞ്ഞിട്ട് ഈ മ്യൂസിക്കൽ ട്രിലജി ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 1-2 നല്ല സുഹൃത്തുക്കൾ വഴി ഇതെല്ലാം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത വർക്കുകളായിരുന്നു. പിന്നെ എൻ്റെ 2-3 കൊളാബറേറ്റീവ് എഫേർട്സ് പോലെ ചെയ്ത 2 പാട്ടുകളാണ്. ഒരെണ്ണം വാസ് വിഭാവരി എന്നൊരു വർക്ക്. അതെന്നാ എൻ്റെ ഒരു ബാൻഡ് സ്റ്റൈൽ, ഒരു വെസ്റ്റേൺ, ഒരു മെറ്റൽ പ്ലസ് കർണാട്ടിക് കോമ്പിനേഷനിൽ ഒരു സാധനം ചെയ്യാം. അതിൻ്റെ ലിറിസിസ്റ്റ് തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, അഞ്ജന രാജീവ് എന്നാണ്. ആൻഡ് ഷീ വാസ് ദ ഡാൻസർ ഓൾസോ. അപ്പോൾ അഞ്ജനയുടെ പ്രൊഡക്ഷനിലാണ് ആ വർക്ക് ചെയ്തത്. അതിന് ഞാൻ 2 സിംഗേഴ്സിനെയും ഫീച്ചർ ചെയ്തിട്ട് ആണ്, ശ്വേത അശോക് ആൻഡ് അർജുൻ ബി നായർ. അർജുൻ ആണ് എൻ്റെ മിക്ക വർക്കിൻ്റെയും ടെക്നിക്കൽ സൈഡ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം വിഷു പുലരി എന്ന് പറഞ്ഞ് വിഷുവിന് ഒരു സോങ്, അതൊരു ഫിലിം ഡയറക്ടറാണ്, അതുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. ബിലഹരി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ എൻ്റെ ഫ്രണ്ടാണ്. അഞ്ജന തന്നെയാണ് അത് എഴുതിയതും പ്രൊഡ്യൂസ് ചെയ്തതും. അഞ്ജന അതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ചെയ്തു. പിന്നെ വേറൊരു ഇതേപോലെ പല ടൈപ്പ് ഓഫ് പാട്ടുകൾ ചെയ്യാൻ. സൂര്യാകാശം എൻ്റെ IIT, എനിക്ക് ഭയങ്കര ഇഷ്ടം ഉള്ളൊരു പ്രോജക്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കലാകാരൻ്റെ മകൾ ഇന്ദുലേഖ വാര്യർ, നമ്മുടെ ജയരാജ് വാര്യറിൻ്റെ സാറിൻ്റെ മകള്. ഇന്ദുലേഖയെ ഞാൻ ഫീച്ചർ ചെയ്ത ഒരു വർക്ക്. ഇന്ദുലേഖ കവിത നന്നായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പം IIT മദ്രാസിലെ എൻ്റെ ഒരു പ്രൊഫസർ സജി മാത്യു, പുള്ളി എന്നെ എൻ്റെ IIT കാലഘട്ടത്തിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പാട്ട് എഴുതി ഇങ്ങനെ തരും, രാഹുൽ ഇതെങ്ങനെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഒരു കവിത എനിക്കിങ്ങനെ ഭയങ്കര ഇറ്റ് ജസ്റ്റ് ഇംപ്രസ്ഡ് മീ എ ലോട്ട്. ആ വരികളുടെ ഒരു ഭംഗിയും അല്ലെങ്കിൽ ഒരു ഡെപ്ത്
കാലത്ത് ഇങ്ങനെയൊക്കെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് പോയി. ഐ തോട്ട് ഐ വോണ്ട് ടു ടേക്ക് ഇറ്റ് അപ്പ് ആ പ്രോജക്റ്റ്. അപ്പം അതിൻ്റെ പേരാണ് സൂര്യാകാശം. യു ക്യാൻ ചെക്ക് ദാറ്റ് ഇൻ യൂട്യൂബ്. ഇതെല്ലാം എൻ്റെ ചാനലിൽ തന്നെയാണ്, ഞാൻ വേറെ ചാനൽസിലൊന്നും അത് സെല് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം സൂര്യാകാശം പറയുന്ന ഒരു ആശയം ഭയങ്കര രസമാണ്. സൂര്യനും ആകാശവും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ. വൈകി സന്ധ്യയാണ് നമ്മുടെ പ്രിമൈസ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ആകാശം ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ സൂര്യൻ ചോദിക്കുകയാണ്, ഓ മൈ ഡിയർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പം ആകാശം പറയുന്നത്, നീ ഇല്ലാതെ ഞാനില്ല. ആ സന്ധ്യയുടെ ആ ഭംഗി എന്ന് പറയുന്നത് ആകാശത്തിന്റെ വെളിച്ചം സൂര്യനാണല്ലോ. താൻ എന്നെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇരുട്ടിലേക്കല്ലേ. അപ്പോൾ സൂര്യൻ പറയാണ്, അതെങ്ങനെ എനിക്ക് സാധിക്കുക? വിതിൻ ഫ്യൂ അവേഴ്സ് ഞാൻ തിരിച്ചു വരില്ലേ? ഇതൊരു സൈക്കിളാണ്. ഐ ക്യാൻ നോട്ട് സ്റ്റേ അവേ ഫ്രം യു നോർ യു ക്യാൻ സ്റ്റേ അവേ ഫ്രം മീ. അത് പ്രണയം അങ്ങനെയല്ല, ഒരു മ്യൂച്വൽ ഇന്റർഡിപെൻഡൻസ് ഓഫ് ടു ഫിനോമിന. അതെനിക്ക് ഭയങ്കര യുണീക്ക് ആയിട്ടൊരു ആശയം. അത് ഞാൻ ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. എൻ്റെ ലിമിറ്റഡ് നോളജിൽ അത് കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ ശിവരഞ്ജിനി എന്നുള്ള രാഗം സന്ധ്യ സമയങ്ങളിൽ കുറച്ച് നല്ല ഒരു മാച്ചിങ് ആയിട്ടുള്ള രാഗമായിരുന്നു. സാറിന് ആ രാഗം ഭയങ്കര ഇഷ്ടമാണെന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പം എന്നാൽ ശരി, അങ്ങനെ ഒരു രാഗത്തിൽ അത് ചിട്ടപ്പെടുത്തി അതൊരു സോങ്, ഒരു കവിത പോലത്തെ. അതിൻ്റെ ഒരു വരി ഞാനിങ്ങനെ, അത് ഭയങ്കര രസകരമായ തുടക്കം. ഒരു പാട്ട് ഇങ്ങനെ തുടങ്ങാറില്ല. ഘനരക്തവർണ്ണങ്ങൾ അണിവിരലാലണിഞ്ഞഞ്ചിതയായി നിന്നു സന്ധ്യാംബരം, പാന്തൻ ദിവാകരൻ അർച്ചനയായി തൻ്റെ ചാരുറ്റ വർണ്ണങ്ങളൊക്കെ നൽകി. ഇങ്ങനെ ഒരു ഘനരക്തവർണ്ണങ്ങൾ അണിവിരലാൽ അണിഞ്ഞഞ്ചിതയായി നിന്നു സന്ധ്യാംബരം. ഒറ്റ വാക്ക്. ഇതെന്താ സംഭവം? ഘനരക്തം എന്ന് പറഞ്ഞാൽ റെഡ് കളർ, ഘനരക്തവർണ്ണം എന്ന് പറഞ്ഞാൽ ആ ഓറഞ്ച് റെഡ് ഭംഗിയുള്ള സൂര്യൻ രക്തവർണ്ണത്തിൽ ഉദിച്ച്, ഘനരക്തവർണ്ണങ്ങൾ അണിവിരലാൽ അണിഞ്ഞഞ്ചിതയ, നമ്മുടെ മോതിരത്തിന്റെ ഒരു ജെം പോലെ ഇങ്ങനെ പ്രശോഭിച്ച് നിൽക്കുന്ന സൂര്യൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഫ്ലാറ്റ് ആയി അത് കേട്ടപ്പോൾ തന്നെ. അപ്പം അതെനിക്ക് ഭയങ്കര ഇതൊന്നും പക്ഷേ സാഡ്ലി ഇതൊന്നും കൊമേഴ്ഷ്യലി ഹിറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല. ദ്രൗപദി ആണെങ്കിലും വളരെ ഡെപ്തുള്ള 6 രാഗങ്ങളിൽ ചെയ്ത പണ്ടൊരു രാജകുമാരി പാണ്ഡവ പത്നി പാഞ്ചാലി രാജസദസ്സിൽ നിന്നു കരഞ്ഞു മാനം കാക്കാനായി പണ്ടൊരു രാജകുമാരി പാണ്ഡവ പത്നി പാഞ്ചാലി. ഇങ്ങനൊരു ഇത് ഫസ്റ്റ് സ്റ്റാൻസയാണ്. ഇപ്പം ഇതൊക്കെ നമുക്ക് അതിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ എം ഓൾസോ ലിറ്റിൽ, ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കോമ്പോസിഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതേ സജി സാറിന്റെ തന്നെ പച്ചില ചാർത്തിലെ പാട്ടുകാരി, അത് വേൾഡ് എൻവയൺമെന്റ് ഡേക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റിനെ ഒരു ലിവിങ് ബീയിങ് ആയിട്ട് അതിനെ പ്രകീർത്തിച്ചിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം അങ്ങനെ ഒരു വർക്ക് ചെയ്തു. 25-ൽ ഞാൻ 3-4 പാട്ടുകൾ ചെയ്തു. അപ്പം അങ്ങനെ ഇങ്ങനെ പോകുന്നു. 26-ൽ ഇപ്പം നമ്മുടെ ഇന്റർവ്യൂ നടക്കുന്ന ഈ സമയത്ത് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും വിഷു ആഘോഷിക്കാൻ, കഴിഞ്ഞ വിഷുവിന് ഞാൻ പൊൻപുലരിയിൽ എന്ന് പറഞ്ഞ പാട്ടാണ് ചെയ്തത്. ഇപ്രാവശ്യത്തെ വിഷുവിന് ഋതു എന്ന് പറഞ്ഞൊരു ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക് ഞാൻ കമ്പോസ് ചെയ്തതല്ല, എൻ്റെ ഒരു ഫ്രണ്ട് കമ്പോസ് ചെയ്ത ഒരു സോങ്. ഞാനും ആളും കൂടെയാണ്. ആളുടെ വൈഫ് ഹരികൃഷ്ണൻ എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. ഹരിയുടെ കോമ്പോസിഷൻ, വൈഫിൻ്റെ പേര് മിനിയാണ് അത് എഴുതിയത്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അത് പാടിയത്. അത് ഇറ്റ് റിലീസ് ഇൻ വിഷുവിൻ്റെ സമയത്ത്. അതെ. അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാ ലൈനിലുള്ളത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷുവിനൊരു പ്രോജക്റ്റാണ് ഋതു. ഇതല്ലാതെ മനസ്സിൽ 1-2 ആശയങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടെയൊക്കെ ഒന്നും കൂടെ ഒന്ന് വിപുലമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കുറച്ച് ആർട്ടിസ്റ്റ് കൊളാബറേഷൻസ് ഒക്കെ മൈൻഡിലുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ബിക്കോസ് അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വെറുതെ അത് പറയാനുണ്ടല്ലോ. എനിക്ക്
ക്രിയേറ്റീവ് ആർട്ട് ഫോംസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ കേരളത്തിന്റെ തനതായ കലകൾ അങ്ങനെ ഇങ്ങനെ ഇപ്പം കൂടിയാട്ടം, അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടം തുള്ളലാവാം, അല്ലെങ്കിൽ കഥകളി ഞാൻ ഓൾറെഡി ഒരു പാട്ടിൽ കുറച്ച് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കുറച്ച് യുണീക്കായ എന്തെങ്കിലും ഒരു ആർട്ട് ഫോം ഇൻ മൈ മ്യൂസിക്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം, ഏതെങ്കിലും ഒരു പ്രോമിനൻറ്റ് ആർട്ടിസ്റ്റ് കൊളാബറേഷൻ, ഇപ്പോൾ അതിൻ്റെ തന്നെ ഒരു പ്രൊപ്പോണൻ്റ് ആയ ഒരു ആർട്ടിസ്റ്റ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരങ്ങൾ അത് സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ മേത്തിൽ ദേവിക, ദ്രൗപദി എന്ന് പറഞ്ഞ എൻ്റെ വർക്കിൽ അസോസിയേറ്റ് ചെയ്തത് മേത്തിൽ ദേവിക മാമിൻ്റെ സ്റ്റുഡൻ്റാണ് ഗായത്രി. അതേപോലെ തന്നെ ഇപ്പം മാമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ കുറച്ച് റിനൗണ്ട് ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ താല്പര്യമുണ്ട്. അത് സംഭവിക്കുമോ എന്ന് എനിക്കറിയില്ല. പ്രാക്ടിക്കലി ഒരുപാട് ചാലഞ്ചസ് ഉണ്ടല്ലോ, ആർട്ടിസ്റ്റ് കൊളാബറേഷൻസിൻ്റെ ചാലഞ്ചസ്. അപ്പം അങ്ങനെ ഒരു ആർട്ട് ഫോം റിലേറ്റഡ് എന്തെങ്കിലും. പിന്നെ എനിക്ക് ഒരു ട്രാവൽ സോങ് ഞാൻ ചെയ്തത് അകലെയായിരുന്നു. ഞാൻ ചെയ്തൊരു ട്രാവൽ സോങ് കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലും ട്രാവൽ ഇന്റർനാഷണൽ പിടിച്ചാലോ എന്നൊക്കെ താല്പര്യം. ഹിമാചൽ പ്രദേശ്. അതൊരു വൺ മാൻ ഷോ പോലെ, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഡ്രോൺ ഉൾപ്പെടെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്തതാണ്. അതേപോലെ എനിക്ക് ഏതെങ്കിലും ഭയങ്കര നല്ല ലൊക്കേഷനിൽ പോയി എന്തെങ്കിലും ഒരു ഡ്രീമി ഫീൽ കൊടുക്കാവുന്ന എന്തെങ്കിലും, പക്ഷെ അതിൻ്റെയൊക്കെ ആരെങ്കിലുമൊക്കെ ഫിനാൻസസ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വരട്ടെ എന്നുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കുറേ ചാലഞ്ചസ് ഉണ്ടല്ലോ, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെയൊക്കെ കുറച്ച് ഔട്ട്ഡോർ, കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട്. പിന്നെ ഏതൊരു സംഗീത സംവിധായകനോടോ അല്ലെങ്കിൽ മ്യൂസിഷ്യനോടോ ചോദിക്കുന്ന പോലെ സിനിമ എന്നോട് ചോദിച്ചില്ലല്ലോ. അപ്പൊ സിനിമ ഡെഫിനറ്റ്ലി ഇനി അടുത്ത ഇന്റർവ്യൂ മ്യൂസിക് ഡയറക്ടർ ഫ്രം ദിസ് മൂവി രാഹുൽ ലക്ഷ്മൺ എന്ന് പറഞ്ഞ് ആവട്ടെ, എന്തെങ്കിലും നല്ല പ്രോജക്റ്റുകൾ വരികയാണെങ്കിൽ ചെയ്യണം. നമ്മൾ ക്ലീഷ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഡിഡ് യു ലൈക്ക് ദ്രൗപദി? ഡിഡ് യു ലൈക്ക് ഹിയറിംഗ് ടു എന്താ പറയാ സൂര്യാകാശമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് കേട്ടപ്പോൾ ഞാൻ പാടിയപ്പോൾ വെരി നൈസ്. അതൊരു ഡിഫറെന്റ് ജോണർ ആയതുകൊണ്ട് നമ്മളെല്ലാം സെയിം കാണുന്ന കണ്ടന്റ് വ്യത്യാസം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടുകൾക്ക് വേണ്ടി ഏതെങ്കിലും സിനിമാ സംവിധായകർ നമ്മളെ അപ്രോച്ച് ചെയ്താൽ എനിക്ക് കൊടുക്കാൻ കുറച്ച് കണ്ടന്റ്സ് ഒക്കെ പറ്റട്ടെ. ഐ ഹവ് നോട്ട് ഡൺ ഫോർ മൂവീസ്, സോ ലെറ്റ്സ് സീ ഇഫ് സംതിങ് വർക്ക്സ്. പ്ലേ ബാക്ക് പാടിയിട്ടുണ്ട് 2-3 സോങ്സ്. അമ്മ നിലാവ് എന്ന് പറഞ്ഞ ദാസേട്ടന, എനിക്ക് ആ ഫിലിം അത്ര പോപ്പുലർ ആയിരുന്നില്ല 2012-13 ആ സമയത്താണ്. പക്ഷെ ദാസേട്ടൻ അതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം എൻ്റെ പേരും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ ഇത് വരുന്നപ്പം ഡോക്ടർ KJ യേശുദാസ്, അത് കഴിഞ്ഞിട്ട് അടുത്ത പാട്ടിന്റെ ട്രാക്കിന്റെ പേരിൽ രാഹുൽ ലക്ഷ്മൺ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെ. പിന്നെ സഖാവ് എന്ന് പറഞ്ഞ മൂവിയിൽ പാടി, നിവിൻ പോളിയുടെ മൂവിയിൽ. പിന്നെ ഒരു OTT മൂവിയിൽ റീസെൻ്റ്ലി പാടിയിരുന്നു. അങ്ങനെ ഒരു കപ്പിൾ ഓഫ് സോങ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഒരു ലീഡ് സോങ്, അങ്ങനെ ഒരു സോളോ ടൈപ്പ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ദിസ് വാസ് എ സോളോ. അമ്മനിലാവിലെ സോങ് സോളോ ആയിരുന്നു, ബട്ട് കുറച്ചും കൂടി ഒരു പോപ്പുലർ സോളോ വന്നിട്ടില്ല. എനിക്ക് കൂടുതലും, അതാ നേരത്തെ പറഞ്ഞത്, എനിക്ക് കൂടുതലും കവേഴ്സിലാണ് കൂടുതൽ പോപ്പുലാരിറ്റി വന്നിട്ടുള്ളത്. നമ്മൾ സംസാരത്തിനിടയിൽ പാട്ടുകൾ കുറവാണോ എന്ന് എനിക്ക് അറിയില്ല, കുറഞ്ഞ പോലെ തോന്നിയോണ്ട് നമുക്കൊരു ജസ്റ്റ് ചെറിയൊരു റാപ്പിഡ് ഫയറും കൂടെ വെക്കാം. ഒരു ഹാപ്പി മൂഡിൽ പാടാൻ പറ്റിയൊരു ഇഷ്ടമുള്ള രാഗത്തിലൊരു പാട്ട്. ഹാപ്പി മൂഡിലുള്ള പാട്ടുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കുഞ്ഞിക്കിളി കൂടെവിടെ കുഞ്ഞോമനനിൻ താരരാ എന്റെ കൂട്ടിൽ നീ പോരാമോ, എന്നോടൊത്ത് നീ പാടാമോ, താരാരാ 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 താരീരാ. യെസ്. ഈ ഹൈ പിച്ച് അല്ലെങ്കിൽ സോഫ്റ്റ് മെലഡീസ് ഏതാ കൂടുതൽ ഇഷ്ടം? എൻ്റെ റേഞ്ച് ഒരു മിഡ് റേഞ്ചിലാണ്, ഒരുപാട് മേലിലേക്ക് അല്ല, എന്നാൽ കുറച്ച് താഴോട്ട് നല്ലോണം കംഫർട്ടബിൾ. പക്ഷെ ഒരു മിഡ് റേഞ്ച് സോങ്സ് എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതേത് സോങ്? അതിന്റെ ഒരു 2 ലൈൻ. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്കു മിണ്ടാഞ്ഞതല്ലേ, ഈ ഒരു ടൈപ്പ് ഓഫ് പാട്ടുകളൊക്കെ. ഇപ്പൊ ഒരു ദിവസം മുഴുവൻ ഒരു രാഗം മാത്രം പാടേണ്ടി വന്നാൽ അത് ഏത് രാഗമായിരിക്കും തിരഞ്ഞെടുക്കുക? കംഫർട്ടബിൾ രാഗം. 2 രാഗങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്, വളരെ അടുത്ത് നിൽക്കുന്ന 2 രാഗങ്ങളാണ്. അതിലെന്നാലും ഒരു രാഗം പറയാനാണെങ്കിൽ ശ്രീരാഗം. അങ്ങനത്തെ ഒരു പാട്ട് ഞാൻ ഇതേപോലെ ഒരു റിയാലിറ്റി ഷോയിൽ പാടിയിട്ടുണ്ട്.
രാഗം ശ്രീരാഗം. ബേസിക്കലി ഈ ശ്രീരാഗം ശ്രീരാഗം ഉപയോഗിച്ച് ഒരുപാട് നല്ല പാട്ടുകൾ നമ്മുടെ മറ്റേ എന്തരോ മഹാനുഭാവലു, പിന്നെ ഒരു ലളിത ഗാനം ഞാൻ ചെറുതിലേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ രാഗത്തിലെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ ഓൾഡ് സോങ്സ് അല്ലെങ്കിൽ ന്യൂ ജെൻ സോങ് രണ്ടും കേൾക്കുന്നുണ്ടാവും? രണ്ടും ഇഷ്ടമാണ് എനിക്ക്. അതിലൊരു ഇതിലേന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടും എനിക്ക് ഒരുപാട് നല്ല പുതിയ ജനറേഷനിലെ പാട്ടുകളുണ്ട്. നമ്മളത് ആരും കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത കുറേ പാട്ടുകളുണ്ട്. ഹിറ്റായ പാട്ടുകൾ മാത്രമല്ലേ നമ്മളെപ്പോഴും ഈ മ്യൂസിക്, ഇതല്ലാത്ത കുറേ പാട്ടുകളുണ്ട് നമുക്ക് ആർക്കും അറിയാത്ത. അപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി അങ്ങനത്തെ ഒരു സോങ്, ഈ മെലഡീസ് ഓഫ് ജോയ് എന്ന് പറഞ്ഞ ആ ഇൻസ്റ്റഗ്രാം സീരീസിലൊക്കെ കുറേ പാട്ടുകൾ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ റെയർ എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്. അങ്ങനെയാണെങ്കിൽ ന്യൂ ജെനിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണ്? ന്യൂജൻ പാട്ടുകളിൽ എത്രയും ഏറ്റവും പുതിയ പാട്ടുകളാണോ അതോ കുറച്ച് ന്യൂജൻ എന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് കുറച്ച് ഇപ്പൊ ഇറങ്ങിയ പാട്ടാണെങ്കിൽ ഇപ്പൊ ഞാൻ തുടരുമിലെ പാട്ട് പാടിയിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റേ കുഞ്ഞിക്കവിൽ മേഘമേ അത് പാടിയിട്ടുണ്ട്. അല്ലെ മായാജാലമേ, ഇപ്പൊ മായാജാലത്തിലെ സോങ് ചെയ്തിരുന്നു. കുറച്ചു മുമ്പാണെങ്കിൽ ഇപ്പൊ അനുരാഗവിലോചനായി ഏറ്റവും കൂടുതൽ പ്രോഗ്രാമിന് പാടിയിട്ടുള്ള പാട്ട്. സ്റ്റേജിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ട് ഏതാണ്? പൊൻവീണയാണ് എനിക്ക് ഏറ്റവും സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പാട്ട് ഏറ്റവും സ്റ്റേജസിൽ പാടിയിരിക്കുന്ന പാട്ട്. വെൺമതികല ചൂടും വിണ്ണിൻ ചാരുതയിൽ പൂഞ്ചിറവുകൾ നേടി വാനിൻ അതിരുകൾ തേടി പറന്നേറുന്നു മനം മറന്നാടുന്നു. അതേപോലെ തന്നെ ഒരു പാട്ടും കൂടെയാണ്. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിൽ മാണിക്യച്ചെപ്പ് വിണ്ണിൻ മാണിക്യച്ചെപ്പ്. യെസ്, രണ്ടും നല്ല പാട്ടുകളാണ്. കർണാട്ടിക് അല്ലെങ്കിൽ ഫിലിം മ്യൂസിക് ഏതാണ് കൂടുതലും? ചിലപ്പോ മാറാം. നേരത്തെ അത് കർണാട്ടിക് എന്ന് പറയും, ഇപ്പൊ ഫിലിം മ്യൂസിക് എന്ന് പറയും. ഇനി നാളെ അത് വീണ്ടും കർണാട്ടിക്കിലേക്ക് പോകുമെന്ന് അറിയില്ല. ഇപ്പൊ ഫിലിം മ്യൂസിക്. ഓക്കെ, ഈ പ്രാക്ടീസ് ഒക്കെ എപ്പോഴാണ്? മോർണിംഗിലാണോ കംഫർട്ടബിൾ അതോ നൈറ്റ് സിംഗിങ് ആണോ? സിംഗിങ് കംഫർട്ടബിൾ നൈറ്റ് ആണ്. രാവിലെ ഒന്ന് ഓൺ ആയി വരാൻ കുറച്ച് സമയം എടുക്കും. എനിക്ക് സ്റ്റുഡിയോസിൽ ഞാൻ എപ്പോഴും റെക്കോർഡിങ്ങിന് മുമ്പ് 9 മണി റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 AM റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ 5 മണിക്ക് എഴുന്നേക്കും, അല്ലെ 6 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് ഒരു 3 മണിക്കൂർ ഒന്ന് ഫ്രഷ് ആവാൻ ഇങ്ങനെ വാ തുറന്നൊക്കെ കുറെ പാടി, അല്ലെ കുറച്ച് ഗാർഗിളൊക്കെ ചെയ്ത് ചൂടുവെള്ളമൊക്കെ കുടിച്ച് അങ്ങനത്തെ ഒരു ചൂടുവെള്ളം കുടിക്കണം. വോക്കൽ ഹൈജീൻ എന്താണ് ചെയ്യുന്നത്? ഐഡിയലി നല്ലോണം കെയർ ചെയ്യേണ്ടതാണ്. ഞാൻ അത്രയും ഭയങ്കര കെയർ ചെയ്യുന്ന ഒരാളാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഞാൻ മിസ്യൂസ് ചെയ്യാറില്ല. എന്നുവെച്ചാൽ ഇപ്പം ഐസ് ക്രഷേഴ്സ് കുടിക്കുകയോ കഴിക്കാറോ ഇല്ല. ഐസ്ക്രീം കഴിക്കില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കര ഫോണ്ട് ഓഫ് ഐസ്ക്രീം അല്ല. എന്നാലും നാളെ ഇപ്പോൾ പരിപാടിയുണ്ട് അല്ലെങ്കിൽ ഇന്ന് പരിപാടിയുണ്ട്, അപ്പം ഞാൻ അത് അവോയ്ഡ് ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് വെച്ചാൽ അങ്ങനെ ഭയങ്കര ക്രേവിംഗ് ഒന്നുമില്ല. ക്രേവിംഗ് ഉള്ള ഒറ്റ കാര്യം ജ്യൂസസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ല. അങ്ങനെ എനിക്കങ്ങനെ പെർട്ടിക്കുലർ ഒരു അലർജിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഐറ്റം ഇല്ല. പൊതുവെ ഭയങ്കരമായിട്ട് തണുപ്പുള്ള സാധനങ്ങൾ പരിപാടിയുടെ ഒരു തലേ ദിവസമോ അല്ലെ അതിന്റെ അന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആ വീക്കിലൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കും. നാളെ പരിപാടി ഉണ്ടേ മറ്റന്നാൾ പരിപാടി ഉണ്ടേ, എന്നാലും നമ്മുടെ കൺട്രോളിലല്ല. പിന്നെ ഫ്ലാസ്കിൽ ചൂടുവെള്ളം എന്ന് പറഞ്ഞ സാധനം അത്യാവശ്യം കരുതാറുണ്ട്. വെള്ളം പുറത്തുനിന്ന് അങ്ങനെ കൂടുതലും എപ്പോഴും വാട്ടർ ശ്രദ്ധിക്കാറുണ്ട്.